ചേട്ടാ ഓക്കെ ഉള്ളല്ലേ? എല്ലാം ഓക്കെയാണ്. നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. കുഴപ്പമില്ല. എടാ ഒരു കുഴപ്പമില്ലെന്ന്. ആ അടുത്ത ആള് കയറ്. കട്ടിങ് ആണോ ഷേവിംഗ് ആണോ? കട്ടിങ്. ഒന്നും കൂടി നോക്കിയേട്ടാ, ശരിക്കും നോക്കി. സുധീറേ, എടാ എല്ലാം ഓക്കെ ആയി. എടാ 8 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. മുഹൂർത്തം തെറ്റി നീ മണ്ഡപത്തിലേക്ക് ചെല്ലുന്നേ. ചേട്ടാ ആദ്യമായിട്ട് കല്യാണം കഴിക്കണേ, വീഡിയോ ഒക്കെ ഉള്ളതുകൊണ്ടേ അങ്ങനൊരു സംഭവം. ചേട്ടത് മൂക്കിലൊരു രോമതുണ്ടല്ലോ. ഇവ മെനക്കേടാക്കും. എവിടെ മൂക്കിൽ അവന്റെ. അയ്യോ അയ്യോ, എന്റെ മൂക്കിന്റെ പാലം കട്ടായി. അയ്യോ എന്റെ കല്യാണം, എന്റെ കല്യാണം, എന്റെ മൂക്കിന്റെ പാലം. അയ്യോ എന്റെ മൂക്കിന്റെ പാലം കട്ടായി. അയ്യോ എന്റെ കല്യാണം. അയ്യോ അതെന്നത് ഒരു രക്തചന്ദന ഫേഷ്യൽ ചെയ്തതാ. ആള് സുന്ദരനായി. ചേട്ടാ ആ ഗോൾഡൻ ഫേഷ്യലിന്റെ പാക്ക് വന്നായിരുന്നോ? ഇല്ല, നല്ല ഒന്നാം തരം പപ്പായ ഫേഷ്യലിംഗ് ഉണ്ട്. പക്ഷെ 1500 രൂപ. 1500? ആ വെളുക്കണമെങ്കിൽ മതി. സാറിന് ഞാൻ ശനിയാഴ്ച പൈസ ഒപ്പിച്ചിട്ട് വരാം. ഓ ആ പോഴേക്കും ഫേഷ്യൽ കാക്കവത്തിക്കൊണ്ട് പോകും. അല്ലെങ്കിൽ തന്നെ ഇവനൊക്കെ എന്നാ ഫേഷ്യൽ ചെയ്തിട്ട് എന്നാ കാര്യമാണ്. കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എങ്ങോട്ടാണോ? മറ്റേ അമ്മൂമ്മയ്ക്ക് കുടിവെട്ടാ വല്ല റബ്ബർ വെട്ടാൻ പോകണ്ടവനൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ നടക്കും. കട്ടപ്പനയുടെ മാനം കളയാൻ വേണ്ടിട്ട്. ചേട്ടാ 2 രതീഷ്. എന്നാന്ന്? 2 രതീഷേ. അയ്യോ ഉപദേശിത്തുള്ള. എന്തായി, ജോലി വല്ലതും ആയാ? വെറുതെ ഈ സിനിമയുടെ പുറകെ നടക്കാതെ ഏതെങ്കിലും ടെസ്റ്റ് എഴുതി എവിടെയെങ്കിലും കേറാൻ നോക്ക്. എന്റെ ചേച്ചി, ഈ ഷാറുഖ് ഖാനും സൽമാൻ ഖാനൊക്കെ ചെയ്യണ അതേ ജോലി തന്നെ ഞാനും ചെയ്യണേ. ഷാരുഖാനായാലും അമിതാഭ് ബച്ചനായാലും എന്റെ മോളെ കെട്ടാൻ വന്ന സർക്കാർ ജോലി ഇല്ലെങ്കിൽ ഞാൻ കെട്ടിച്ചെടുക്കൂല. ആ ഷാരുഖാനൊക്കെ കേട്ട് വരട്ടെ, സർക്കാർ ജോലി ഇല്ലണ്ട്. ഷാറുഖ് ഖാനൊക്കെ സർക്കാർ ജോലിയോ? അച്ഛാ, ഇംഗ്ലീഷ്. Oh, sorry, Daddy. In maths, what do you mean by LCM and HCF? മലയാളം. ഈ ലസാഗുസായ എന്നാണെന്ന്? ഒന്ന് പോടാ ചേർക്ക. ഈ ലസാഗു ഉസാഗു ഒക്കെ പഠിച്ച് ജീവിതത്തിൽ രക്ഷപ്പെട്ട ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആ ഇന്നലെ നിന്റെ ഒരു സിനിമ TV കണ്ടായിരുന്നു. കൊള്ളാം. പക്ഷെ അതിലും കള്ളനായിരുന്നല്ലോ. ഈ മോഹൻലാലിന് കേണൽ പദവി കിട്ടിയതേ 2-3 പടത്തിൽ കേണലായിട്ട് അഭിനയിച്ചപ്പോഴാ. അതുപോലെ നിനക്ക് വല്ല ആസ്ഥാന കള്ളപ്പദവി കിട്ടുപോടാ. വിജയൻ ചേട്ടാ, കുന്തിരിക്ക് എനിക്ക് ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത് കേട്ടോ. എടാ നിനക്ക് വേറെ പണിയില്ലേ ഈ എന്റെ സൽവാനക്കായിട്ട് വർത്താൻ പറഞ്ഞിരിക്കാൻ? ആ നേരത്തെ നിനക്ക് എന്റെ വണ്ടി കഴുകിയിടായിരുന്നില്ലേ? പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് ഇവരെ കളിയാക്കരുന്നു. ഇനി മേലിൽ ഇവരെ കളിയാക്കി ഞാൻ വല്ല ട്രോളുകാർക്കും പിടിച്ചു കൊടുക്കും. അവര് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇട്ട് നശിപ്പിച്ചു കളയും. പിടിച്ചു കൊടുക്കട്ടെ, പിടിച്ചു കൊടുക്കട്ടെ എന്ന്. അമ്മ ഞാൻ പോണോട്ടാ. സഹോ, ആളൊരു പരാജയമാണെങ്കിലും നിന്റെ അച്ഛനൊരു പാവാട്ടോ. പാവം, അമ്മനോർത്തിട്ട് ഞാൻ പിടിച്ചിടിക്കാത്തത്. പിന്നെ വാഴയും വെച്ചാ മതിയായിരുന്നു. 8ന്റെ ആണോ 16ന്റെ ആണോ? എന്ത്? അല്ല പണിയേ, നീ ഓരോന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ടോ? അത് 8ന്റെ ആണോ 16ന്റെ ആണെന്ന് ചോദിച്ചു. കോള തമ്പൂ വിൽസൺ, ഈ കൊച്ചിനൊക്കെ ഏത് ഭാഗ്യവാനാണോ കെട്ടണേ? സഹോ, ഓരോ അരിമണിയിലും അത് തിന്നണ്ടവന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്നാ പറയണത്. പക്ഷെ ഈ റേഷനരിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ആക്കിയതാണ്. ആഘോഷം ഏതായാലും ആൾക്കാരുടെ വഴിയോടെ. എന്നടാ ഇവിടെ പരിപാടി? മടത്തുവാലി ചെറുക്കനല്ലേ ഗിരിധർ, അവനെന്തോ അവാർഡ് കിട്ടിയതിന്റെ പേര് സ്വീകരണം കൊടുക്കുക. അല്ലേ എന്നെ ഗ്ലാമറാ പുള്ളിക്ക്. അതൊക്കെ ഫോട്ടോഷോപ്പിൽ ചെയ്തേക്കണടാവേ. നിനക്കും പിന്നെ അസൂയില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. ഈ ചെസ് കളിക്കുമ്പോ മുഖത്ത് ഇത്ര സീരിയസ്നെസ് വേണമല്ലേ? ഈ കളിയിൽ ബാക്കി എല്ലാവരും ക്ഷത്രിയന്മാരും രാജാവും അത്ര ക്രിസ്ത്യാനിയാണ്. തലയിൽ കുരിശണ്ട. വർഗീയവാദി, ഡെമോക്രാറ്റിക് റാസ്കൽ. എന്താ ശശി, ഈ കൊല്ലം അങ്ങനെ പേര് മാറ്റി കിട്ടോ? ഓ മടുത്തൂന്നേ, ഈ സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങി വയ്യാണ്ടായി. നിനക്ക് വല്ല പ്രാന്തന്റെ ശശി. ഈ ശശി എന്നുള്ള പേര് എന്താ കുഴപ്പം? നിന്റെ മുഖത്തിന് ചേർന്ന് പേരിലിടാൻ പറ്റുള്ളൂ. പേര് മാറ്റണം. ഈ മിമിക്രിക്കാരും സിനിമാക്കാരും ചേർന്ന് നമ്മുടെ പേര് ഒരു കോമാളിയാക്കി ശശി ശശി എന്ന് പറഞ്ഞുണ്ട്. അതുകൊണ്ട് മനുഷ്യർ പുറത്തിറങ്ങി നടക്കാൻ മേല. എടാ എന്റെ മോൻ കള്ളനായിട്ട് അഭിനയിക്കണല്ലേ ഉള്ളൂ. നിന്റെ പോലെ മുതലാളിനെ വെട്ടിക്കണല്ലേടാ കള്ള.
ഈ ഡ്രൈവർമാരോടൊക്കെ ചൂടാവേണ്ട വല്ല കാര്യമുണ്ട്. എടാ എന്റെ മോൻ മാത്രമല്ലല്ലോ ഇവിടെ സത്യനും നസീറും മമ്മൂട്ടി മോഹൻലാലും ജയം വരെ കള്ളനായിട്ട് അഭിനയിച്ചിട്ടില്ലേ? അവരൊക്കെ വേറെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, കള്ളമേഷം മാത്രമല്ല. ചേടാ കുതിരക്ക് പണി കിട്ടി. കണ്ട, കുതിരക്ക് വരെ പണി കിട്ടി. അവനോട് വല്ല പണിക്കും പോകാൻ പറ സുരേ. ഒക്കെ ശരിയാവുന്ന അവൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതെ 10 കൊല്ലല്ലേ ആയിട്ടുള്ളൂ. ഇടാ അവന് നല്ലൊരു വേഷം കിട്ടണ്ടേ? അവന്റെ രൂപത്തിന് പറ്റിയ വേഷമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. പണി എടുക്കണ കാശ് മുഴുവൻ ഇയാള് ഫെയർ ആൻഡ് ലവ്ലി വാങ്ങിച്ച് കളയല്ലേ അവനെ വെളുപ്പിക്കാനായിട്ട്. അവനെ വെളുപ്പിക്കണമെങ്കിലേ തൊലി പൊളിച്ച് കളയേണ്ടി വരും. നിന്റെ തള്ളയ്ക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ കേട്ടോടാ. എനിക്ക് ആ കിച്ച് അഭിനയിച്ചതില്ലേ, അമ്മ മമ്മൂട്ടിയോട് അഭിനയിച്ചില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനോ മമ്മൂട്ടിയുടെ പടത്തിൽ അഭിനയിച്ചിട്ടില്ലല്ലോ. ഇല്ലെന്ന് ഞാനല്ലേ കാണത്. ഏത് പടം? നീ ബെറ്റിനുണ്ടാ? എത്ര രൂപയ്ക്ക്? 1 ലക്ഷം രൂപ. അടക്കണ കാര്യം പറടാ. 100 രൂപ. ആ എന്താ കേട്ട്? ബെറ്റ്. അത് ശരി. മോന്റെ പടം ഏതാണ് അച്ഛനറിയില്ലേ? അതെങ്ങനെയാ? ഇവര് തമ്മിൽ ഭയങ്കര സ്നേഹത്തിലല്ലേ? കണ്ടാ മിണ്ടൂല. നീ കണ്ടോ ഞങ്ങൾ മിണ്ടായിരിക്കണത്? ഇല്ല. പിന്നെ മിണ്ടനെ കണ്ടിട്ടില്ല. ഇതിങ്ങനെയല്ല കളിക്ക. ലോഡ് വന്നല്ലോ, വേഗം വാ. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ലോഡും വന്നു. ഞാൻ കോപ്പു. നീ വരുന്നില്ലേ? ഞാനങ്ങനെ ലോഡെടുക്കാൻ വന്നേ പിന്നെ ഈ ചെസ്ബോർഡ് കാലിട്ടൊക്കും പാമ്പും കൊണ്ട് കടുപ്പുണ്ടാ. നിന്നെ പോലുള്ളവരാണടാ തൊഴിലാളി വർഗത്തിന് നാണക്കേട് ഉണ്ടാക്കുന്നത്. ഓ സഖാവ് ഉണർന്നല്ല. എടാ നീ നന്നായ നിന്റെ വീട് നന്നായി, നിന്റെ വീട് നന്നായ നാട് നന്നായി, നാട് നന്നായ ഈ ലോകം തന്നെ നന്നായി. അല്ല ഈ ലോകം എന്ന് പറയുമ്പോ ഈ പാകിസ്ഥാനൊക്കെ പെടില്ലേ? അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് ഇപ്പൊ പാകിസ്ഥാൻ നന്നാവണ്ട. ഭാരത് മാതാ കി ജയ്. എന്റെ ദൈവമേ, ഇനി ഇതാര് പെറുക്കി വെക്കാനാണ്? എടാ നിനക്കിവിടെ ആരെങ്കിലും പരിചയമുണ്ടോ? നീ വാന്നേ. എങ്ങോട്ടാ? അരുൺഗോപ സാറിനൊന്നും കാണാൻ വേണ്ടിയായിരുന്നു. പറ്റില്ല. അല്ല ഞാൻ കണ്ടിട്ട് പോരാന്നേ. ഓടാ. ഇതെന്താ നമ്മളെ സിനിമയിലൊക്കെ ഉള്ളത് തന്നെയാണ്. ഞാൻ നിൽക്കുന്നവരും സിനിമയിലൊക്കെ അഭിനയിക്കുന്നവർ അങ്ങോട്ട് മാറിക്കടാ. ഹലോ സ്ഥിരങ്കല്ല, ഇങ്ങോട്ട് പോരെ. സ്ഥിരം വഴിപോക്കനെ സ്ഥിരം കൊണ്ടാക്കി ഇവിടെ ഉണ്ടായിരുന്നോ? നീ വഴിപോക്കനാന്ന് പറഞ്ഞ് കളിയാക്കൊന്നും വേണ്ട. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല വഴിപോക്കലുള്ള അവാർഡ് വാങ്ങിച്ചാണ് ഞാൻ. സംശയം ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ നോക്ക്, അതിനകത്ത് കാണാം. നിങ്ങൾ അരുൺ സാറിനെ കണ്ടായിരുന്നോ? എവിടാ അവന്മാര് കയറ്റിവിട്ടിട്ടുണ്ടേ, കണ്ടിട്ട് തന്നെ പേടിയായാണ്. ചേട്ടായി നിങ്ങളിങ്ങനെ അരിശം കയറിക്കണേന് ഒരു ദിവസം എത്ര കിട്ടും? വർക്ക് വല്ലതും വർക്ക് ഉണ്ടോന്നോ? ഫുൾ ടൈം ബിസിയാ. ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് ഓട്ടാന്നേ. അതെ അതെ, മരണ ഓട്ട. ഒരു ലൊക്കേഷനിൽ ചെല്ലും, ചാൻസ് ഇല്ലാന്ന് പറയും, അടുത്ത ലൊക്കേഷനിലേക്ക് ഓടും, ഓട്ടം തന്നെ ഓട്ടം. ഈ സ്ഥിരം കോൺസ്റ്റബിൾ ഇല്ലാത്ത ലൊക്കേഷനിലല്ലോ. നീ ആരോടെ നോണ പറയണേ? എടാ ചെക്ക, 10-30 വർഷമായി ഞാൻ ഈ കാക്കി വേഷോട്ട് അഭിനയിക്കാൻ തുടങ്ങിയിട്ട്. ശരിക്കും പോലീസാർന്നെങ്കിൽ ഇപ്പൊ റിട്ടയർ ആവേണ്ട സമയമായി. ടൈപ്പ് കാസ്റ്റ് ആവരുതിട്ടോ, പിന്നെ പണിയാവും. ഞാനേ ഗുണ്ടാവേഷമൊക്കെ നിർത്തനാണ്. എനിക്ക് തമിഴിലൊരു വേഷം കിട്ടിയിട്ടുണ്ട്. ജില്ലാ കളക്ടറായിട്ട് അരവിന്ദ സ്വാമിക്ക് വെച്ചിട്ട് വേഷമാണ്. എന്നേലും വലിയ തൊള്ളിസ്റ്റോ? ഇല്ല, സത്യമാണ്.